ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ. അറിവിന്റെ ആഘോഷം. Good afternoon, നമസ്കാരം and welcome to Loudspeaker with RJ ഏലിക്കുട്ടി. ഇന്ന് ജൂലൈ 1 ആണ്. ആസ് വി ഓൾ നോ, ഇന്ന് നമ്മൾ നാഷണൽ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് കേട്ടോ. ഡോക്ടർ ബിപിൻ ചന്ദ്ര റോയിയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ എല്ലാ വർഷവും ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുകയും ആചരിക്കുകയും ഒക്കെ ചെയ്യാറുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു ദിവസം ഡോക്ടേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ ഒരു ഗസ്റ്റ് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ലൈഫ് എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിൽ അദ്ദേഹം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. മറ്റാരുമല്ല, കൊട്ടാരക്കര ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ റാഫ അരോമ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടറും റാവോക്സ് ഗ്രൂപ്പിന്റെ ചെയർമാനും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ മാത്യു ജേക്കബ് ആണ്. സോ ഐ വെൽക്കം ഡോക്ടർ മാത്യു ജേക്കബ് ടു ആശ്രയ FM 90. Thank you for inviting me. Not all heroes wear capes. Some wear stethoscope, gloves and mask എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഹീറോ ഓഫ് ദി ഡേ ആയിട്ടുള്ള മാത്യു സാറിന് ആശ്രയ FM ഫാമിലിയുടെ ഡോക്ടേഴ്സ് ഡേ വിഷ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡോക്ടർ, ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. Thank you. Thanks a lot. എനിക്കറിയാം, ഒരു 30 years ഓഫ് എക്സ്പീരിയൻസ് ആണ് സാറിന്റെ ഒരു ബാക്കിലേക്ക് നോക്കുമ്പോൾ ഉള്ളത്. പക്ഷെ ഈ ഡോക്ടർ ആവുക എന്നുള്ളൊരു ഡ്രീം ഇല്ലേ, അത് എപ്പോഴായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? അല്ലെങ്കിൽ വാട്ട് ഇൻസ്പയർഡ് യു ടു ചൂസ് ദിസ് പ്രൊഫഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ, അതിന്റെ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലക്കി, എന്നെ സംബന്ധിച്ച് ഒത്തിരി ഒരു ഇഷ്ടപ്പെട്ടെടുത്തൊരു പ്രൊഫഷനാണ്. പ്രത്യേകിച്ച് പ്രായപരിധി ഇല്ല. എക്സ്പീരിയൻസ് നമുക്ക് എന്നും ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഫഷനാണ്. ഇമോഷണൽ ടച്ച് ഉള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഒരു കെയർ, ഒരു ഹീലിംഗ് ഒരു പാർട്ടുണ്ട്. എംപതി, സിമ്പതി, ഇതെല്ലാം ഉള്ളൊരു പ്രൊഫഷൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് അന്നത്തെ എന്നെ കൊച്ചിലെയൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി നിൽക്കുമ്പോൾ ഡോക്ടേഴ്സ് വരുന്നതും അവർക്ക് കിട്ടുന്ന ആ റെസ്പെക്റ്റും, അവര് ഒരു ചെറിയൊരു നല്ലൊരു ഹീലിംഗ്, ഒരു ക്യൂർ കഴിഞ്ഞൊരു രോഗി റെസ്പെക്ട്ഫുൾ ആയിട്ട് പോകുന്ന കാണുമ്പോഴും അതൊക്കെ എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ഒരു ഇങ്ങനെ ഒരു പ്രൊഫഷൻ ഞാൻ കണ്ടിട്ടില്ല എന്ന് ചെറുതാണ്. ദാറ്റ് വാസ് സോ ടച്ചിങ് ഫോർ മീ. അത് ശരിക്കും ദാറ്റ് വാസ് എ തിങ് വിച്ച് എനിക്ക് അതിലോട്ട് എത്താൻ ഒരു കാരണം അതായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിതേ ഉള്ളൂ, എനിക്ക് ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവിടെ എനിക്ക് തോന്നിയൊരു നിമിഷങ്ങളായിരുന്നു. അതെന്നെ ചെറിയ മനസ്സിൽ അതൊക്കെ ഒത്തിരി ടച്ചിങ് ആയിരുന്നു. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ഇൻസ്പിറേഷൻ വേർ ഐ ഗോട്ട് അട്രാക്റ്റഡ് ടു മൈ പ്രൊഫഷൻ. അപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത് എന്നുള്ളൊരു ബാക്ക് സ്റ്റോറി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും MBBS പഠന കാലയളവിനെ പറ്റി ഒന്ന് നമ്മളോട് പറയാം. നമ്മള് ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞ് MBBS ജോയിൻ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് സബ്ജക്ട്സ്. ഈ പറയുന്ന ഓരോ ടേമും, മെഡിക്കൽ ടേമും നമുക്ക് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ പോലെ ഓരോ എല്ലുകളും, നമ്മുടെ അനാട്ടമി ഒക്കെ ആദ്യത്തെ മാസം നമുക്ക് ഏറ്റവും നല്ല ടഫായിട്ടുള്ള സബ്ജക്ട് ആദ്യം അനാട്ടമി, ഈ പറഞ്ഞ ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഇതൊക്കെ ചെല്ലുമ്പോൾ അനാട്ടമി ഒക്കെ എടുത്ത് നമ്മുടെ മുമ്പ് ഓരോ എല്ലുകൾ നോക്കും, ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതാണോ എന്ന് പോലും നമുക്ക് അറിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇറ്റ് വാസ് റിയലി ടഫാണ്. നമുക്ക് ഈ മെഡിക്കൽ ഫീൽഡിലോട്ട് ആദ്യം കയറുമ്പോൾ ആ ഒരു ക്രാക്കിംഗ് ശരിക്കും ഇറ്റ്സ് എ ടഫ് തിങ്. അപ്പം അതൊരു ശരിക്കും ചലഞ്ചാണ് ആദ്യം കയറുന്നത്. നല്ലൊരു പേടിയായിരിക്കും. നമ്മൾ ഈ പ്രോസസ്സും നമ്മൾ ഈ ദൂരയിൽ നിന്ന് കാണുന്ന സാധനം അകത്തോട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്ന നമുക്കൊരു വെപ്രാളവും പേടിയൊക്കെ ഉണ്ടാകും. പക്ഷെ പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ആദ്യം ഒരു നല്ല ഹാർഡ് വർക്ക് വേണ്ടി വരും, മെഡിക്കൽ ടേംസ് ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാനും ഈ ഒരു സിസ്റ്റത്തിലോട്ടൊന്ന് കയറാൻ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പഠിക്കുന്ന കരിക്കുലത്തൊന്നും അവധിയില്ല. അപ്പം നമുക്ക് ഇന്ന സിലബസ് സെലക്ട് ചെയ്യാനൊന്നും ഇല്ല, ഒന്നും കളയാനൊന്നും ഇല്ല, എല്ലാം പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഇറ്റ്സ് എ റിയലി ടഫ് തിങ് ടു ഒരു ക്രാക്ക് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് കയറാനൊരു ടഫ് തിങ് ആണ്. പ്ലസ് ഇറ്റ്സ് എ ടഫ് കോഴ്സ് ആക്ച്വലി. ഒരു ബ്രേക്ക് ഇല്ലാതെ പോകുന്നൊരു കോഴ്സാണ്. അതിൻ്റെ അത് അവധി എന്നൊരു സംഭവമൊന്നും ഇല്ല. എക്സാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 10 ദിവസം കിട്ടി, അപ്പോഴത്തേക്കും ക്ലിനിക്കൽ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. So it's ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സാണ് ത്രൂഔട്ട് ദ ഇയേഴ്സ് വെർ യു സ്പെൻഡ് ഇൻ എ മെഡിക്കൽ കോളേജ്. ഈ ഒരു 30 years ഓഫ് എക്സ്പീരിയൻസിന്റെ ഇടയിൽ ഒരുപാട് ഹാപ്പി മൊമെന്റ്സ്, ഒരുപാട് മെമ്മറബിൾ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതിനെപ്പറ്റി നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ? ഡെഫിനറ്റ്ലി അത് ഭയങ്കര ഗ്രാറ്റിഫൈയിങ് ആണ്. ചിലപ്പോൾ നമ്മൾ അത് ചിലപ്പോൾ അത് നമ്മൾ ഹൗസ് സെൻസിബിലിറ്റി തന്നെ എനിക്ക് കൊച്ചു കാര്യങ്ങൾ തോന്നിയതേ. നമുക്കൊരു ഹൈപ്പോഗ്ലൈസീമിയ കംപ്ലീറ്റ്ലി ചിലപ്പം അച്ഛന് ഒരു പ്രാണം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് തന്നെ വരുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഫുള്ളി കോമട്ടോ, ഫുള്ളി ഒരു സ്ട്രോക്ക് ആയിട്ട് വന്നു. പക്ഷെ നമ്മൾ ഡെക്സ്ട്രോസ് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ തിരിച്ച് ലൈഫിലോട്ട് വരുമ്പോൾ ഒരു ഭയങ്കര അപ്പൊ അന്നൊക്കെ നമ്മുടെ ഹൗസ് സെൻസിബിലിറ്റിയിലൊക്കെ അതൊക്കെ ഈ ഹൈപ്പോഗ്ലൈസീമിയൊക്കെ റിവേർട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ അവർ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്നത്തെ പോലെയല്ല, അന്ന് ഇച്ചിരി കൂടെ ആൾക്കാർ അത്ര അവയർനെസ് കുറവാണ്. നമ്മളും
അന്ന് പഠിച്ച് ലേണിംഗ് സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഒത്തിരി ഗ്രാറ്റിഫൈങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയത് തന്നെ ഒത്തിരി അനുഗ്രഹമായിട്ട് തോന്നുന്നു. പിന്നെ റിയൽ ടഫ് ടൈംസ് നമ്മളിപ്പോൾ ഒരു ഫിസിഷ്യൻ ആകുമ്പോൾ പണ്ട് നമുക്ക് ഈ പറയുന്നത് ഈ ആൻജിയോപ്ലാസ്റ്റി അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ല. അന്നൊക്കെ കൂടുതലും നമ്മൾ ത്രോംബലൈസിങ് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആയിട്ടൊക്കെ വരുന്നവർക്ക് ലൈഫ് സേവിങ് ആയിട്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാനും റിവേർട്ട് ചെയ്ത് നോർമൽ സ്റ്റേജിലോട്ടൊക്കെ വരുമ്പോൾ റിയലി നമുക്ക് തന്നെ ഒരു ജോബിനോട് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ തോന്നാറുണ്ട്. പിന്നെ നമുക്ക് ജോബിന്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്പൊ സീനിയർ ആകുമ്പോൾ നമുക്ക് അസൈൻ ചെയ്യാൻ ജൂനിയേഴ്സ് ഉണ്ട്. പണ്ട് നമുക്ക് അങ്ങനെയില്ല, നമ്മൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് പോയേ പറ്റത്തുള്ളൂ. പോകുന്ന ഏത് രാത്രിയിലാണെങ്കിലും നമുക്ക് പോകുമ്പോൾ പക്ഷെ പോവാതിരിക്കാൻ പറ്റത്തില്ല, പ്രസിംഗ് നീഡാ. കാരണം ഒരു അറ്റാക്ക് ആയിട്ട് വന്നു, അപ്പം ഇവിടുന്ന് പോകണമെങ്കിൽ കൊല്ലത്തെ ഉള്ളതെന്ന് ഒരു ആൻജിയോപ്ലാസ്റ്റി ഉള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് അത് അപ്പോഴത്തെ സിവിയർ പെയിൻ ആയിരിക്കും പേഷ്യന്റ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ട്രോംബലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ BB4-ലായിരിക്കും ഇതെല്ലാം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഒരു കാണാം. പക്ഷെ ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ലൈഫ് ആൻഡ് ഡെത്ത് ആയിട്ടുള്ള ഗെയിം ആയതുകൊണ്ട് അതിന്റെ നല്ലൊരു പ്രഷറും സ്ട്രെസ്സും നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണും. അത് പുറത്ത് നമ്മൾ കാണിക്കാൻ പറ്റത്തില്ല, നമ്മുടെ സഹപ്രവർത്തകരോട് കാണിക്കാൻ പറ്റത്തില്ല, പേഷ്യൻസിനോട് പറയാൻ പറ്റത്തില്ല, ബൈസ്റ്റാൻഡിനോട് പറയാൻ പറ്റത്തില്ല. നമ്മളെ ഉൾക്കൊള്ളുന്ന സ്ട്രെസ്സിന്റെ ലിമിറ്റ് ചിലപ്പോൾ നല്ലപോലെ ആയിരിക്കും. ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത പോലത്തെ സ്ട്രെസ്സുകൾ ചിലപ്പോൾ വരാറുണ്ട്. കാരണം ഒരു പേഷ്യന്റ് ഒരു ബാഡായി പോവുകയാണെങ്കിൽ നമ്മുടെ കുറ്റമല്ല, പക്ഷെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്ന പോലും നമുക്ക് അറിയാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. സോ ആ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഒരു പേഷ്യന്റ് സ്റ്റോറി ഉണ്ടോ ദാറ്റ് ഡീപ്ലി ടച്ച്ഡ് യു, അല്ലെങ്കിൽ സാറിന്റെ ഒരു പെർസ്പെക്റ്റീവിനെ മാറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി? ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ഒത്തിരി ടച്ചിങ് ആയിട്ട് ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും എന്നെ ഒത്തിരി ഒരു ഹേർട്ട് ചെയ്ത സംഭവം, ഞാൻ MBBS കഴിഞ്ഞിട്ട് കാഷ്വാലിറ്റിയിൽ ഒരു ദിവസം ഇരുന്നപ്പോഴേ ഒരു യങ് ഒരു 40s പുള്ളി വന്നു. പുള്ളി ഹാർട്ട് ഫെയിലിയറിലാണ്, ഭയങ്കര കോംപ്രമൈസ് റിജക്ഷൻ ഫ്രാക്ഷൻ ഉള്ള ഒരു പേഷ്യന്റ് ആണ്. അപ്പം പുള്ളിക്കാരൻ്റെ ഒരു വൈഫ് ഉണ്ട്, കുഞ്ഞ്. അപ്പോൾ ഒത്തിരി ആളത്തെ കുഞ്ഞുണ്ടായി. അപ്പോൾ പുള്ളി എന്നോട് ഇങ്ങനെ വന്ന് എന്തോ ഒരു അസുഖമായിട്ട് തന്നെ വന്നത് എന്ന് ഞാൻ MBBS കഴിഞ്ഞ് ഡ്യൂട്ടി ഡോക്ടറായിട്ട് ഇരിക്കുന്ന സമയം. അന്നേരം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ ഇതുപോലെ. അപ്പോൾ എനിക്ക് 3 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ 2 ദിവസം ഗ്യാപ്പ്, പിന്നെ അടുത്ത എൻ്റെ ഒരു കൂട്ടുകാരൻ വരും, അങ്ങനെ റൊട്ടേഷനിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ എൻ്റെ കാര്യം എനിക്ക് വീടൊരു മലയുടെ മണ്ടയ്ക്ക് മേളിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും അണച്ചടക്കിടയ്ക്കാണ് നിൽക്കുന്നത്, സാമ്പത്തികമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, നല്ലൊരു ഹാർഡ് വർക്ക്, നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇയാളങ്ങ് ഷാറ്റേഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം നമുക്കും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ല പ്രത്യേകിച്ച്. പക്ഷെ ഒരു കുഞ്ഞുണ്ട്, വൈഫിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, ഒരു സാധാരണ ഒരു കൊച്ചാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ എന്തുവാന്ന് അറിയാം, എനിക്ക് എൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ സംഘടിപ്പിച്ച് വീട്ടിൽ, ഇനി ആ വൈഫിനൊന്നും അറിയാത്തൊരു സ്ത്രീയാണ്. അപ്പം ഡോക്ടർ എനിക്ക് എന്ത് സംഭവിച്ചാൽ എന്തുവാന്ന് എനിക്ക് അറിയത്തില്ലെന്ന്. അപ്പോൾ ഈസ് ലോട്ട്ലി ബ്ലാങ്ക് അബൌട്ട് ദ ഫ്യൂച്ചറിലേക്ക്. അപ്പം നമുക്കും അത് കേൾക്കുമ്പോൾ ആ നറേഷൻ ഭയങ്കര ടച്ചിങ് ആണ്. ഇത് അപ്പം ഞാൻ അത് കേട്ടു, മരുന്നൊക്കെ എന്നൊക്കെ എഴുതിപ്പോയി. പിന്നെ ഒരു ദിവസം ഇതേപോലെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് കാഷ്വാലിറ്റിയിലൂടെ നേരെ ഡ്യൂട്ടി കയറി വരുമ്പോൾ പറഞ്ഞു, സാറേ ഒരു പേഷ്യന്റ് ബ്രോഡ് ഡെഡ് ആയിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് വന്ന് കാണണമെന്ന്. അപ്പം മറ്റേ ഡോക്ടർ ഡ്യൂട്ടി ഷിഫ്റ്റായി ഞാൻ കയറിയതേ ഉള്ളൂ. ഫസ്റ്റ് ഇതായിട്ട് വന്നു ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് ഈ പുള്ളിയാണ് ഭയങ്കര ഒരു ഷോക്കിങ് ആണ്. ഇനി അപ്പൊ എന്റെ മനസ്സിൽ മൊത്തം ഇനി അവരുടെ ഫാമിലി, ആ കൊച്ച് എന്തുമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് ഇമോഷണലി അങ്ങനെ ഒരു സാധാരണ മനുഷ്യനായി പോകും. നമുക്കൊന്നും അങ്ങനത്തെ കുറെ ടച്ചിങ് അത് തന്നെ ഒത്തിരി ഷോക്ക് ഒരു എന്റെ ഇൻസ്റ്റൻസിൽ ഒത്തിരി ഒരു പ്രയാസം ഉണ്ടാക്കിയൊരു കാര്യം. പിന്നെ ഇപ്പോഴത്തെ കുറെ കാര്യങ്ങൾ കാണുമ്പോൾ ഇമോഷണലി ഇപ്പൊ പിള്ളേരായാലും പാരന്റ്സുമായിട്ട് അത്ര അറ്റാച്ച്ഡ് ഒന്നും ഇല്ല. അപ്പം നാച്ചുറലി അവരുടെ കുറ്റമല്ല, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ അവർ പുറത്ത് ഇപ്പം അമേരിക്കയിലോ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ആരും കുറ്റമൊന്നുമല്ല, സിറ്റുവേഷൻ ഇസ് ലൈക്ക് ദാറ്റ്. സിറ്റുവേഷൻ ആണ് ഇതിന്റെ അകത്തെ കുറ്റക്കാരൻ. അപ്പൊ ഞാൻ ഞാനന്ന് PRS ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുമ്പോൾ അന്ന് നമുക്ക് കാർഡിയോളജിയിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അന്നേരം പ്രതാപ് സാറും നമ്മുടെ ഡൈനി സാറും ഒക്കെ ഉള്ള ഒരു യൂണിറ്റ് ആയിരുന്നു, വലിയ യൂണിറ്റ് ആയിരുന്നു. അപ്പൊ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം അച്ഛനും മോനുമായിട്ട് അച്ഛനെ മോടെ കൂടാൻ നിൽക്കുന്നു. അച്ഛൻ അവിടെ MI ആയിട്ട് ഒന്ന് അഡ്മിറ്റായി. പ്രായമുള്ളൊരു അച്ഛനാണ്, 90s അടുത്ത് അങ്ങനെയുള്ള 86-85 റേഞ്ച്. അപ്പൊ അച്ഛന് ഇറ്റ് വാസ് ലോങ് ബാക്ക് കേട്ടോ, ഓർമ്മയിൽ നിന്ന് പറയാൻ. അപ്പൊ ഒരു ദിവസം അപ്പൊ അച്ഛന് ഒരു മോനേ ഉള്ളൂ. എന്തോ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ട് മോനൊരു ന്യൂറോളജിസ്റ്റ്. അപ്പൊ പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് അച്ഛനായിട്ട് പിണങ്ങി മാംഗ്ലൂരിൽ അങ്ങാണ്ടാ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം മോനെ അറിയിച്ചു, ഇവിടുന്ന് മോളെ അറിയിച്ചു. പക്ഷെ പുള്ളി റെസ്പോണ്ട് ചെയ്യില്ല. എപ്പോഴെങ്കിലും ഞാൻ വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ രാത്രിയില്ല, നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ ഞാൻ പോയി അച്ഛനെ തട്ടി ഉണർത്തിയിട്ട് ഉറക്കത്തില് പുള്ളി ഫുൾ ടൈം കണ്ണാടി വെച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ തട്ടി ഉണർത്തി എന്താ വെച്ചാൽ കണ്ണാടി വെച്ചാൽ മാറ്റി വെക്കാം എന്ന് പറഞ്ഞു. അല്ലല്ല ഡോക്ടറെ, മാറ്റില്ല, ചിലപ്പം എന്റെ മോൻ വരുവാണെങ്കിൽ അവൻ എന്നോട് പറയത്തില്ല, കണ്ടിട്ട് അങ്ങ് പോകും. അപ്പം എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് പിന്നെ കണ്ണാടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല.
അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാല് ആ സട്ടിൽ വികാരങ്ങൾ ഭയങ്കര, അപ്പൊ നമുക്കത് ഭയങ്കര ഷോക്കിംഗ് ആണ് ചില കാര്യങ്ങളൊക്കെ. അപ്പൊ എത്രത്തോളം അയാൾ മോനെ കാണാൻ ആഗ്രഹിക്കുന്നു മരണ സമയത്ത്. അപ്പം അവൻ ഉണർത്താതെ പോകുമ്പോൾ എനിക്കത് കാണാൻ പറ്റിയില്ല. പിന്നെ കണ്ണാടി തപ്പുന്ന സമയം ഉണ്ടാവും പോയാലോ. അപ്പൊ അങ്ങനത്തെ ഒത്തിരി ടച്ചിങ് ആയിട്ടുള്ള ഇൻസിഡൻസ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മനസ്സിലാവും. നമുക്ക് അത്ര നമ്മുടെ നാളെ എന്തോ നമുക്ക് ചിന്തിക്കാനൊരു നല്ലൊരു അവസരങ്ങളായത്. അപ്പോൾ സാറിന്റെ ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ്, പ്രൊഫഷണൽ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സാർ, ഞാൻ സ്വാഭാവികമായിട്ടും കുറെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഡോക്ടർമാരുടെ ലൈഫ് എന്ന് പറയുന്നത് പേഴ്സണൽ ലൈഫും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫും ബാലൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു മേഖലയാണെന്ന്. സോ ഹൗ ഡു യു മാനേജ് യുവർ പേഴ്സണൽ ലൈഫ് ആൻഡ് ദിസ് പ്രൊഫഷണൽ ലൈഫ്? അത് സത്യമായിട്ടോ. നമുക്ക് ഈ പറയുന്ന ടൈമിങ്ങിന് ഒരു സംഭവം നമുക്ക് ആരോടും കീപ്പ് ചെയ്യാൻ ചിലപ്പം പറ്റത്തില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കാര്യം ചെയ്ത് ഒപ്പി ചെല്ലുമ്പോൾ അവിടെ നമ്മൾ വഴക്ക് കൂടും, എല്ലാവരുടെയും ഫേസ് നമ്മളോട് ദേഷ്യപ്പെടും. പക്ഷെ നമ്മൾ ചുമ്മാ ഇരിക്കുന്നില്ല, നമ്മൾ ഓരോരുത്തർക്ക് വർക്ക് ചെയ്യും. പക്ഷെ അത് അപ്പം ആരുടെയും കുറ്റമല്ല. അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, അവർക്ക് സമയത്തിന് വിലയുള്ളതാണ്, നമ്മുടെ സമയത്തിന് വിലയുള്ളതാണ്. പക്ഷെ നമുക്ക് ചിലപ്പം പ്രോമിസസ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമവും, അത് അവിടെ നമ്മളൊരു ചെറിയൊരു കള്ളനെ പോലെ അകത്തോട്ട് കയറി പോയി. ഫാമിലിയിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ സാക്രിഫൈസസ് കൊടുക്കേണ്ടത്. അപ്പൊ അത് മെയിൻ ഇമ്പോർട്ടന്റ്. ഇപ്പൊ പക്ഷെ ഫാമിലിക്ക് അതങ്ങ് യൂസ്ഡ് ആയി. പണ്ടൊക്കെ കൊച്ചിലേക്ക് പിള്ളേരെ സിനിമയിൽ കാണാൻ പോകണം, അവിടെ പോകണം, എന്തെങ്കിലും പറയുകയാണെങ്കിൽ പ്രോമിസ് കൊടുത്തിട്ട് പോകും. പിന്നെ അവർക്കും അത് ശീലമായി, വന്നാലായി വന്നില്ലായി, പിന്നെ അവർക്കും ആ ആശകളൊക്കെ അങ്ങ് മാറി. അപ്പൊ നമ്മുടെ ഇപ്പൊ എല്ലാരും ഒരുപോലായി, വന്നാലായി യൂസ്ഡ് ആയി. അതിപ്പോ ഒരു സിസ്റ്റം അങ്ങ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് കംഫർട്ടബിൾ ആയി. എനിക്കൊരു കാര്യം ചോദിക്കാനായിട്ടുള്ളത്, നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്തുണ്ടല്ലോ, ഡോക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ നഴ്സുമാരൊക്കെ ആയാലും വളരെ പ്ലസന്റ് ഫേസോട് കൂടിയിട്ടാണ് നമ്മളെ റിസീവ് ചെയ്യുന്നതും നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ പോലും ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത്ര പ്ലസന്റ് ആയിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യാനായിട്ട് പറ്റുന്നത്? വാട്ട് ഇസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദിസ്? അത് കൂടുതലും നമ്മൾ ട്രെയിനിങ് വഴി. കാരണം ഇതെന്ന് പറഞ്ഞാൽ പേഷ്യൻസുമായിട്ട് നമ്മൾ ഒരു പേഷ്യന്റ് അല്ല, ബാക്കി എല്ലാ പ്രൊഫഷൻ പോലെ അല്ല ഇത്. ഇറ്റ്സ് എ ഹ്യൂമൻ ടച്ച് ആണ് എല്ലായിടത്തും. അപ്പം നമ്മൾ ഇമോഷണലി അവരോട് അറ്റാച്ച്ഡ് ആവും ബേസിക്കലി. എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം പതുക്കെ നമ്മുടെ പ്രശ്നങ്ങളായി മാറും. അത് ലോങ് ടേമിൽ അങ്ങനെ വരും. അപ്പൊ എനിക്കിപ്പം എന്നെ ഇപ്പം 10-20 വർഷം 15 വർഷം മുമ്പ് കാണുന്ന ഒരു ഫാമിലിയുടെ ഹിസ്റ്ററി ഒക്കെ എനിക്കറിയാം. അവരുടെ മക്കൾ എവിടെയാണ്, USA-ലാണ്, അവരുടെ കൊച്ചുമക്കൾ എവിടെയാണ്. അപ്പൊ വിൽ ബി ഗെറ്റ് ഇമോഷണലി അറ്റാച്ച് വിത്ത് ദം. അതൊരു ഹ്യൂമൻ ആണ്, അല്ലാതെ അതിൻ്റെ അകത്തൊരു പ്രൊഫഷണലിസം അല്ലാതെ. ഇറ്റ്സ് എ ട്രൂലി ഹ്യൂമൻ തിങ്. അപ്പൊ ഇവരോട് നമുക്കൊരു ഇമോഷൻ, ഏറ്റവും പ്രശ്നം നമ്മളൊരു ഈ ഒരു ബാഡ് ന്യൂസ് ബ്രേക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്നത് അത് അവരെ പോലെ പ്രയാസമാണ് നമുക്ക് വളരെ ചിന്തിച്ചാൽ പറയാൻ പറ്റും. ഇടയ്ക്ക് 20 വയസ്സുള്ള ഒരു പയ്യനുണ്ട്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. പാരന്റ്സ് പുറത്ത്, അവന് ക്ഷീണമായിട്ട് തലകറക്കമായിട്ട് വന്നു. ബ്ലഡ് പിക്ചർ എല്ലാം വർക്കപ്പ് ചെയ്തെല്ലാം ചെയ്ത് വന്നപ്പോഴത്തേക്ക് അവന് ലുക്കിയും. അപ്പം ഇത് ഞാൻ എങ്ങനെ പറയും? ഒരു കൊച്ചു പയ്യൻ, 22 വയസ്സുള്ള ഒരു പയ്യൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു ബ്ലഡ് ക്യാൻസർ ആണെന്ന് എങ്ങനെ ആ പയ്യനോട് പറയും? ഇറ്റ്സ് എ വെരി ടഫ് തിങ്. അപ്പൊ ഞാൻ എന്ത് പാടുപെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഒരു വലിയപ്പച്ചൻ ആ കൂടെയുള്ള പാരന്റ്സ് എല്ലാം പുറത്ത് അംബീഷ്യസ് ആയിട്ട് നിൽക്കുന്ന പയ്യൻ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു പയ്യൻ. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഈ ഒരു ബാഡ് ന്യൂസ് ബ്രേക്കിങ്ങും എല്ലാം ഒരു ഇറ്റ്സ് എ റിയൽ ചലഞ്ചിലേക്ക് അത് നമുക്ക് ഹ്യൂമൻസിനോട് പറയുന്നു. പക്ഷെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മുടെ മേല് തൊട്ടേ സാറുമാര് പഠിപ്പിച്ച് പിന്നെ അവസാനം നമുക്കൊരു ശീലമായി മാറും. അപ്പൊ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ള അവസാനം നമ്മുടെ ശീലം. ബിക്കോസ് ഇറ്റ് ഷുഡ് ബി ഹ്യൂമൻ. നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പൊ തന്നെ സാർ നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി സീനിയേഴ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് അല്ലെങ്കിൽ റോൾ മോഡൽ ആയിട്ടുള്ള കുറച്ച് സീനിയർ ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഒരു സ്റ്റോറിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? ഇല്ല, അതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വിൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് അവർ സീനിയർ, ഹൗ ദേ ഹാൻഡിൽ ഇറ്റ്. ഇപ്പൊ നമ്മളിപ്പം അന്നത്തെ കാലത്ത് വർക്കിങ്ങിന് ഒരു സമയമില്ല. അങ്ങ് വർക്ക് ചെയ്യുക, കമ്മിറ്റഡ് ആയിട്ട് അങ്ങ് അത് നമ്മുടെ ഒരു പാഷൻ പോലെ. നമ്മൾ സീനിയർ ഇപ്പം വന്ന് ഡയലൂഷനിലോട്ടൊക്കെ പോയി, കൊമേഴ്സ്യലൈസേഷൻ വന്ന് എല്ലാം അങ്ങനെ കുറഞ്ഞെങ്കിലും ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ദെയർ. അപ്പൊ അങ്ങനെ സമയം നോക്കിയല്ല മിക്കവാറും ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ദേ ഹാവ് ദ പേഴ്സണൽ ലൈഫ്. അപ്പൊ അത് നമ്മൾ മറക്കാൻ പറ്റത്തില്ല. അവരത് കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഇതിനുവേണ്ടി നിൽക്കുന്നതെന്ന് ഓർക്കുക. അപ്പൊ അന്നത്തെ സീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ, അപ്പൊ എന്റെ സീനിയേഴ്സിനൊക്കെ എന്ന് പറഞ്ഞാൽ അവര് രാവിലെ എത്തി കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു രാത്രി 8 മണി ആയാലും അവര് പിന്നെ ഐസിയിലൊക്കെ കറങ്ങി ഇങ്ങനെ നിന്ന് എന്തെങ്കിലും നോക്കടേ, മറ്റേ സജുവിന്റെ മുഖം നോക്കി, അവൻ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നോ, നീ ഒന്ന് നോക്കി അവന്റെ BP. നമ്മൾ 8 മണിക്ക് പുറത്ത് പോകാന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ആയിരിക്കും സാർ പറയുന്ന വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ദ വർക്ക്. അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞാല് എന്നിട്ട് രാവിലെ കറക്റ്റ് നമ്മൾ വിളിക്കും നാളെ. അപ്പം സാർ ചെയ്ത് താമസിക്കുകയായിരിക്കും, 9 മണിക്ക് ഇറങ്ങും, സാറ് 7 ആകുമ്പോഴാണ് അവിടെ നിൽക്കുകയും ചെയ്യും.
അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി വി ആർ നോവെയർ ടു ദം എന്ന് മനസ്സിലാവും. അപ്പൊ നമ്മൾ എത്ര വർക്ക് ചെയ്താലും അവർ എത്രയും എത്തുന്നില്ലെന്നൊരു കുറ്റബോധം നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ നമുക്കത് ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നാറുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ ഈ ഒരു കമ്മിറ്റ്മെന്റ് COVID-19 പാൻഡമിക് ആണ് ശരിക്കും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകൾക്ക് നമ്മളോട് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ട്, നമ്മൾ അവരോട് എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ശരിക്കും ആ സമയത്തുണ്ടായിരുന്ന ആ ഒരു വർക്കിംഗ് പാറ്റേൺ പിന്നീട് ഡോക്ടേഴ്സിന്റെ ലൈഫിലുള്ള വർക്കിംഗ് പാറ്റേണിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ് എല്ലാം ഭയങ്കര ക്രൈസിസിൽ പോയി. there was no patients, nothing, എല്ലാം അടച്ചുപൂട്ടല്ല എല്ലാമാണ്. അപ്പൊ ഹെൽത്ത് സെക്ടറിലുള്ള നല്ലൊരു ശതമാനം ആൾക്കാരുടെ ജോലി ഭയങ്കരമായിട്ട് കോംപ്രമൈസ്ഡ് ആയി. ഇൻകം ഇല്ല, എല്ലാവർക്കും ജീവിക്കണ്ടേ, ഒന്നുമില്ല. അപ്പം ഒന്നും പേഷ്യൻസ് ഇല്ല, ഒന്നുമില്ല, എല്ലാവരും അങ്ങനെ ഒരു വല്ലാത്തൊരു കണ്ടീഷനിൽ പോയി. അത് കഴിഞ്ഞ് ഇവര് കോവിഡ് അങ്ങോട്ട് നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് വന്നപ്പോൾ ഒത്തിരി കാഷ്വാലിറ്റീസ് അങ്ങ് വന്നു. അപ്പൊ ഈ വന്ന സമയത്ത് ആർക്കും ഗൈഡ് ലൈൻസ് ഒന്നും അത്ര പ്രോപ്പർ അല്ല, മെഡിസിൻസ് ഒക്കെ എന്താന്ന് പ്രോപ്പറായിട്ട് അറിയത്തില്ല, എല്ലാം കൊണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയം. ബട്ട് സ്റ്റിൽ ബേർഡൻ അങ്ങ് ഭയങ്കര ഹൈ ആയി. സാച്ചുറേഷൻ കുറയുന്നു, ആൾക്കാർ വരുന്നു, ടപ്പം നോർമലായി 90 നിൽക്കുന്ന ആള് നേരെ സാച്ചുറേഷൻ 60-50 താഴെ ഇറങ്ങി പോകുന്നു. കാണുമ്പോൾ നമുക്ക് തന്നെ അങ്ങ് പാനിക്കും. നമ്മളിങ്ങനെ സിറ്റുവേഷൻ കണ്ടിട്ടില്ല, നമുക്ക് അറിയത്തില്ല, യൂസ് ചെയ്യില്ല. ഈ ഒരു പാറ്റേൺ നമുക്കോട്ട് മനസ്സിലാവുന്നില്ല. സഡൻലി പേഷ്യന്റ് ക്രാഷ് ആവുന്നു, താഴെ വീഴുന്നു, കൊലാപ്സ് ചെയ്യുന്നു, അങ്ങനെ റൂമിൽ നിൽക്കുന്ന ഒരാൾ താഴെ വീഴുന്നു. ആ ഒരു സമയം അപ്പൊ ഞങ്ങൾ അഡ്മിഷൻ എടുത്ത് തുടങ്ങിയ സമയം അന്നേരം DHO DMO ഡയറക്ഷൻസ് ഉണ്ടായിരുന്ന ബെഡ്സ് എല്ലാം ഫുൾ ആവുന്നു ഗവൺമെന്റ്, അപ്പൊ എടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലോട്ടെ. അപ്പൊ നാച്ചുറലി വി ഓൾസോ സ്റ്റാർട്ടഡ് ടേക്കിംഗ്. അപ്പൊ അന്ന് വന്നപ്പോഴേ അന്ന് നമ്മുടെ ഫാമിലി എല്ലാം വേറെ വീട്ടിൽ താമസിച്ചു, ഞാൻ വേറെ താമസിക്കുന്നത്. കാരണം അറിയത്തില്ല ഇതിപ്പോ നാളെ ഞാൻ മരിക്കോ ഇല്ലെന്ന് പോലും എനിക്ക് അറിയത്തില്ല, നാളെ ഇൻഫെക്റ്റഡ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അന്ന് വാക്സിൻ ഒന്നും ഇല്ല. അപ്പൊ നമ്മളന്ന് ഈ പറയുന്ന ദേഹത്തില്ല കോട്ടും വാരിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേർത്ത് കുളിച്ച് അതിൻ്റെ അകത്ത് നിൽക്കുക. പക്ഷെ ആൾക്കാർ വീഴുമ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല, സപ്പോർട്ട്സ് കൊടുക്കുക അല്ലാതെ വലിയ മെഡിക്കേഷൻ ഒന്നും അന്നൊന്നും ഇല്ല. അപ്പൊ നമ്മളും അറിയത്തില്ല ടുമോറോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു us, നമുക്കൊന്നും അറിയാത്തൊരു സിറ്റുവേഷൻ. ഇറ്റ് വാസ് റിയലി ഡേഞ്ചറസ്. അന്നെല്ലാം ചിന്തിക്കും, നമ്മുടെ അടുത്ത ഫാമിലിയുടെ കാര്യം എങ്ങനെ നോക്കേണ്ടി വരും, അവരെങ്ങനെ ആയിരിക്കും, everything. It was really ഒരു dangerous situation ആയിരുന്നു. That time doctors and nurses really risk their life. അത് ഒരു പ്രൊഫഷൻ അത് ഇങ്ങനെ റിസ്കിങ് ഉണ്ടാവത്തില്ല ബേസിക്കലി. കാരണം ആ പ്രൊഫഷൻ കാരണം നമ്മൾ ചെയ്തേ പറ്റും. ബിക്കോസ് വീട്ടുകാർക്കെല്ലാം പേടിയാണ്, ജോലിക്ക് പോകുമ്പോഴും പേടിയാണ്, വൈകുന്നേരം എന്തുമായിട്ട് തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. ആരും നമ്മൾ പോലും ആരും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. എത്ര ആൾക്കാരെന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നതാണ്, നമ്മൾ ഇൻഫെക്റ്റഡ് ആണെന്നൊന്നും അറിയത്തില്ല. അപ്പം ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വി ആർ ജസ്റ്റ് വർക്കിംഗ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അന്ന് വർക്കിംഗ് ലെവൽ ഭയങ്കര ഹൈ ആയിരുന്നു, ഒത്തിരി കാഷ്വാലിറ്റീസ് ആയി ആയിരുന്നു. ക്രാഷ് ചെയ്ത ആൾക്കാർ വരുന്നു, ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് എല്ലാവരും എല്ലാ ഡോക്ടേഴ്സും ഫേസ് ചെയ്തൊരു സംഭവമാണ്. സാറിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളിങ്ങനെ കേൾക്കുമായിരുന്നു. അപ്പോൾ സാർ ഈ ഒരു 30 years ഓഫ് എക്സ്പീരിയൻസിൽ സാർ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഹൗ ഡു യു സീ ദ കറന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ? പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല ആൻജിയോപ്ലാസ്റ്റി അല്ല അങ്ങനത്തെയൊക്കെ ഇറ്റ് വാസ് ലോങ്, ഒത്തിരി പോകണം. ഒരു ത്രോംബലൈസ് ചെയ്യണമെങ്കിൽ തന്നെ ഒരു അത്യാവശ്യം മൾട്ടി സ്പെഷ്യാലിറ്റിയിലേ പറ്റത്തുള്ളൂ. അപ്പൊ കൊച്ചെല്ലാം കൂടുതലും ക്ലിനിക്സും അങ്ങനത്തെയൊക്കെ കൂടുതൽ ഹോസ്പിറ്റൽസ് കുറവുള്ള കയറി വരുന്ന കാലങ്ങൾ. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാം ഹൈടെക് ഹോസ്പിറ്റൽസ് ആണ്. പണ്ട് നമുക്ക് അങ്ങനെ സംഭവം ഒന്നും ഇല്ല. ഹൈടെക് ഇനിയും വരെ പ്രഡിക്ഷൻസ് പറയുന്നത് ഇനിയും പറയുന്ന ഒരു 5 to 10 years ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് എയുടെ ഇൻപുട്ടോടെ വരാം. അപ്പൊ നമുക്ക് പോലും അറിയത്തില്ല വാട്ട് ദ നെക്സ്റ്റ് ജനറേഷൻ ഈസ് ഗോയിങ് ടു എക്സ്പീരിയൻസ്. എങ്ങനത്തെ ഹോസ്പിറ്റൽ ആയിരിക്കും, ഈ ഒരു മോഡൽ ആയിരിക്കും ഉള്ളത്, അതോ ഇനി വേറെ മോഡലാണോ വരാൻ പോകുന്നത്, കൺസൾട്ടേഷൻ രീതികൾ ഇനിയും കൂടുതൽ AI ജനറേറ്റഡ് സാധനത്തിലോട്ട് പിന്നെ അങ്ങനത്തെ. അപ്പൊ ഇതിനകത്ത് പിന്നെ ഒരു ഈ പറയുന്ന സിമ്പതി എംപതി ആ ടച്ചിന്റെ ഒക്കെ സംഭവം മെഷീൻസിന് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അതും ചിലപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ മെഷീൻസ് റീപ്ലേസ് ചെയ്യാൻ സാധ്യത ഹൈയാണ്. സോ ഡേ ടു ഡേ ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡ് ഉണ്ടായ വ്യത്യാസം വളരെ ഹ്യൂജ് ആണ്. പ്ലസ് what we are going to expect in 10 years, it will be a drastic like. So that is the predictions what we are coming across. So naturally the scenario will change within a short span like. എന്തായാലും എല്ലാം നല്ലതിന് മനുഷ്യരാശിക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാം ഉണ്ടാവുന്നത്. പക്ഷെ അതൊരു സിസ്റ്റത്തിന്റെ അകത്ത് എന്തായാലും വലിയൊരു ചേഞ്ചസ് വരാൻ സാധ്യതയാണ്. ഡോക്ടർ, ഓരോ വർഷവും തീം ബേസ്ഡ് ആയിരിക്കും ഈ ഒരു ഡോക്ടേഴ്സ് ഡേ നമ്മൾ ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും ഒക്കെ. അപ്പൊ 2025 തീം നോക്കുമ്പോൾ ബിഹൈൻഡ് ദ മാസ്ക് കെയറിംഗ് ഫോർ കെയർ ഗീവേഴ്സ് എന്നുള്ളതാണ് തീമായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ഈ ഒരു ഡോക്ടേഴ്സ് ഡേയിൽ ഈ ഒരു തീം ബേസ് ചെയ്തിട്ട് സാറിന് എന്താണ് പറയാനായിട്ടുള്ളത്? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്രാവശ്യത്തെ തീം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ഈ ഒരു സിനാരിയോയില് ഡോക്ടേഴ്സിന്റെ ഹെൽത്ത്,
ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള വളരെ സത്യമാണ്. പറയാൻ കാരണം ഈയിടയ്ക്ക് തന്നെ കുറെ യങ് ഡോക്ടേഴ്സ് ഹാർട്ട് അറ്റാക്ക് മൂലം മരിക്കുകയുണ്ടായി. അത് ഒരു വലിയ ഷോക്കിംഗ് ന്യൂസ് ആണ്. അത് ഈ മെഡിക്കൽ ഫെർട്ടർണിറ്റി തന്നെ രണ്ട് പ്രാവശ്യം ചിന്തിക്കാൻ ഒരു അവസരം ഉണ്ടായിക്കൊടുത്തു. ബിക്കോസ് ഞങ്ങളുടെ ഡിബേറ്റ്സിലൊക്കെ മിക്കവാറും ഇപ്പൊ ഇതെല്ലാം കയറി വരുന്നുണ്ടോ, വൈ ഡോക്ടർ ഷുഡ് ബി കോഷ്യസ് അബൌട്ട് ഹിസ് ഹെൽത്ത് എന്നുള്ള. നമ്മുടെ പ്രൊഫഷണൽ സീറ്റിംഗ് തന്നെ പ്രശ്നമാണ്. നമ്മൾ 8 hours ഇരിക്കുന്ന ഒരു ഡോക്ടർ ഒരു 20 സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നതിന് തുല്യമുള്ള റിസ്ക് ആണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ഇമോഷണൽ സ്ട്രെസ്, പേഷ്യൻസിന്റെ സ്ട്രെസ് എല്ലാം ഡോക്ടർ അബ്സോർവ് ചെയ്യുന്നു. സെക്കൻഡ്, അയാളുടെ ഇമോഷണൽ സ്ട്രെസ്സുകൾ, ഈ പറയുന്ന എല്ലാം ടൈം അങ്ങനെ ഒത്തിരി സ്ട്രെസ്ഡ് ആവും. ഒരാളൊരു ഡോക്ടർ വർക്ക് ചെയ്യുമ്പം ടൈം കീപ്പ് ചെയ്യാനുള്ള സ്ട്രെസ്, ഇമോഷണൽ സ്ട്രെസ്, ഇതെല്ലാം ഒത്തു വരുമ്പോഴേ ഈസ് ഗെറ്റിംഗ് സോ മച്ച് സ്ട്രെസ്. അതിൻ്റെ കൂടെ പ്രോപ്പർ എക്സസൈസ് കിട്ടാനുള്ള സമയം കിട്ടുന്നില്ല. 24 hours വർക്ക് ചെയ്യുന്ന ഡോക്ടറിന് ഒരിക്കലും ഒരു എക്സസൈസ് ചെയ്യാൻ പ്രോപ്പറായിട്ട് പറ്റത്തില്ല. അവിടെ ഭയങ്കര ക്ഷീണമായിരിക്കും, പോയി കിടന്ന് ഉറങ്ങേണ്ടി വരും. അങ്ങനെ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ 24 hours കമ്മിറ്റഡ് ജോബാണ്. അതപ്പോൾ നമ്മൾ എപ്പോഴും മെന്റലി എങ്കിലും അലേർട്ട് ആയിരിക്കും. അപ്പൊ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാലും ഒരു കോൾ വരുമ്പോൾ ചാടി. അപ്പൊ അത്ര ഒരു അലേർട്ടായിട്ട് നിൽക്കുമ്പോഴേ ബേസിക്കലി നമ്മുടെ റെസ്റ്റിന്, നമ്മുടെ ബോഡിക്ക് നമ്മൾ ആവശ്യമായ റെസ്റ്റ് കൊടുക്കുന്നില്ല, പരിചരണം കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ അവസരങ്ങൾ ഇനി കൂടി വരത്തുള്ളൂ. കാരണം ഇപ്പം ഈ പറയുന്ന സർജറിയൊക്കെ പോകുന്ന ഡോക്ടറിന്റെ സ്ട്രെസ്സും എല്ലാം ഹൈ ആണ്. ഇപ്പം ഈയിടയ്ക്ക് ഒരു കാർഡിയോതൊറാസിക് സർജൻ തന്നെ ഈ ഒരു യങ് ഏജിൽ തന്നെ മരിച്ചു. ഒത്തിരി മരണങ്ങൾ ഈയിടയ്ക്ക് ഉണ്ടായി, ഈ ഒരു വർഷം തന്നെ ഉണ്ടായി. അപ്പോൾ ഇതൊരു ചിന്തിക്കാൻ നല്ലൊരു അവസരമാണ്. ഡോക്ടർമാർ അവരുടെ ഹെൽത്ത് നോക്കണം. അലോങ് വിത്ത് വെൻ യു കെയർ പേഷ്യൻസിന് കെയർ കൊടുക്കുന്ന സമയത്ത് തന്നെ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. അതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ തീം. ഈ വർഷത്തെ തീം വളരെ നല്ലൊരു തീമാണ്. എല്ലാ യങ്സ്റ്റേഴ്സും സീനിയേഴ്സും എല്ലാം ശ്രദ്ധിക്കണമെന്ന് ഒരാഹ്വാനമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത്. അതോടൊപ്പം ഈ വർഷത്തെയും നമ്മെ ഓർപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഡോക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ബിഗസ്റ്റ് ചലഞ്ച് എന്തായിട്ടാണ് സാറിന് തോന്നിയിട്ടുള്ളത്? ചലഞ്ച് എന്ന് പറയുമ്പോൾ ഒന്ന് ഹെൽത്ത് തന്നെ ഒരു ഇഷ്യൂ ആണ്. രണ്ടാമത്തെ കാര്യം ഫൈനാൻഷ്യലി ഇപ്പൊ പറയുന്ന എല്ലാ ഡോക്ടേഴ്സും വെല്ലാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഇപ്പം നമ്മുടെ ഒരു IT സെഗ്മെന്റിൽ കിട്ടുന്ന ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ, അല്ല ഏത് സെഗ്മെന്റിൽ നോക്കുമ്പോൾ ആ ഒരു പേയ്മെന്റ് നമുക്ക് എല്ലാ ഡോക്ടേഴ്സിനും കിട്ടുന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഗ്രാമങ്ങളിലോട്ട് വർക്ക് ചെയ്യുന്നവരും സ്പെഷ്യാലിറ്റി അല്ലാത്ത ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ കാണുന്ന ഇതാണ്. പക്ഷേ നമ്മൾ ഈ സ്ട്രെസ് എടുക്കുന്ന പോലത്തെ ഒരു റിട്ടേൺസ് ഈ പ്രൊഫഷനിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് കൂടുതൽ ഒരു ഇമോഷണൽ ടച്ചാണ് ഈ ഒരു പ്രൊഫഷൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ളത്. അപ്പം ചലഞ്ചസ് ഇതൊക്കെയാണ് സാധാരണ ഫേസ് ചെയ്യുന്നത്. പിന്നെ വർക്ക് പ്രഷർ നല്ലപോലെ ഉണ്ട്. ഇപ്പം കാലം അങ്ങനെ പോകുന്തോറും അതിക്രമങ്ങൾ കൂടുന്നു, ഇഷ്യൂസ് എല്ലാം ഹോസ്പിറ്റൽസിൽ കൂടുന്നുണ്ട്. നമുക്ക് നമ്മുടെ പ്രൊഫഷന്റെ അകത്ത് നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആണ് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് മെഡിസിൻ 100% ഫുൾ പ്രൂഫ് മെഡിസിൻ ഒന്നും അല്ല. അതിൻ്റെ അകത്തും ലാക്വിനേഴ്സ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതാരും മനസ്സിലാക്കുന്നില്ല. ഡോക്ടറിന്റെ ഫോൾട്ട് ആണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന മെഡിസിന്റെ ലിമിറ്റേഷനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. അപ്പൊ സാർ, നമ്മൾ ഇത്രയും നേരം കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിന്റെ ഇടയിൽ വാട്ട് ഈസ് വൺ കോമൺ മിസ്റ്റേക്ക് പീപ്പിൾ മേക്ക് വെൻ ഇറ്റ് കംസ് ടു ഹെൽത്ത്? സാർ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ആ ഒരു കാര്യം എന്തായിരിക്കും? ഡയബറ്റോളജിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും പറയാനുള്ളത് നമ്മുടെ ആഹാര രീതിയാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. നമ്മൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ റൈസിന്റെ അബണ്ടൻസ്, കാർബിന്റെ അബണ്ടൻസ്, ഇതെല്ലാം നമുക്കൊരു ഹെൽത്ത് ത്രെറ്റാണ്. പ്രോട്ടീൻസ് എടുക്കുന്നത് വളരെ കുറവാണ് ബേസിക്കലി. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. പ്രോട്ടീനിന്റെ പ്രൊപ്പോർഷൻസ് കൂട്ടാൻ ശ്രമിക്കുക. അതോടൊപ്പം കാർബിന്റെ അളവ് കുറയ്ക്കാനും ശ്രമിക്കുക. ഒരു സദ്യ എടുത്താൽ തന്നെ അതിൽ ഫുൾ കാർബാണ്. അതിൻ്റെ അകത്ത് ഇച്ചിരി കടല 2 പയറോ എല്ലാം അവിടെ കിടക്കുമെന്നല്ലാതെ ബേസിക്കലി ഫുൾ പായസം കൂടെ ആകുമ്പം തീർന്നു. അപ്പൊ അങ്ങനെ ഈ ഫുൾ കാർബ് ഡയറ്റ് ആണ് നമുക്ക് ഇത്രയും ഡയബറ്റിക് പോപ്പുലേഷൻ ഇത്രയും ഹെവി ആവാൻ കാരണം ഈ കേരളത്തിൽ. അപ്പം കമ്പയർഡ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇപ്പം നമ്മുടെ കേരളത്തിലെ ഉള്ള ഡയബറ്റിക് രോഗികളുടെ എണ്ണം വളരെ ഹൈ ആണ്. ഓൾമോസ്റ്റ് ഒരു നല്ലൊരു ശതമാനം, ഒരു 10 4 പേര് 5 പേര് വരെ ഡയബറ്റിക് രോഗികളായിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഹ്യൂജ് നമ്പർ വെൻ കമ്പയർഡ് ടു ഇന്ത്യൻ പ്രൊപ്പോർഷൻസ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് കാർബ്സിന്റെ അളവ് വളരെ മിതപ്പെടുത്താൻ ശ്രമിക്കുക. നാളത്തെ ഹെൽത്തി ഡയറ്റ്. ഇപ്പം ഒരു OPD വരുമ്പോഴേ നമ്മളൊരു പേഷ്യന്റിനോട് പറയുകയാണ് ഞങ്ങളുടെ ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കണം, ഡയറ്റീഷ്യനെ കാണണം, ഡയറ്റിനെ കുറിച്ച് പറയണം, പഠിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് എനിക്ക് ഡയറ്റിനെ കുറിച്ച് അറിയാമെന്നാണ് പറയുന്നത്.
അപ്പം അവർ ഡയറ്റീഷ്യനെ കാണുന്ന സമയം വളരെ അനാവശ്യമായ സമയമായിട്ട് കൂട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുന്ന ഡയറ്റ് ഒത്തിരി പഠിക്കാനുള്ള സബ്ജക്റ്റാണ്. അത് യു ഹാവ് ടു ലേൺ എ മോർ അബൌട്ട് ഡയറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഡയബറ്റിക് റിവേഴ്സൽ എന്നൊരു സിറ്റുവേഷനിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഒരു പരിധി വരെ ഡയബറ്റിക്കിന്റെ മെഡിസിൻസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഡയറ്റിനെ കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ നമുക്കുണ്ടായിരിക്കണം. പ്ലസ് എക്സസൈസ് ആകുമ്പോൾ എപ്പോഴും നമ്മൾ പുറകോട്ട് പോകുന്ന കാര്യമാണ്. എക്സസൈസിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് രണ്ടും മതി നമുക്ക് നല്ലൊരു ഹെൽത്തി ജീവിതം കിട്ടാൻ. നമ്മളെല്ലാം ലാക്ക് ചെയ്യുന്നത് അവിടെ തന്നെയാണ്. Let's try. Yes, coming back to your professional life experience, ഇത്രയും വർഷത്തിന്റെ ഇടയിലുള്ള കുറച്ച് ബെസ്റ്റ് മൊമെന്റ്സ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയായിരിക്കും സാർ പറയാ? ബെസ്റ്റ് മൊമെന്റ്സ് ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻസ്, പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കാര്യങ്ങൾ. എപ്പോഴും പേഷ്യന്റിനെ കാണുന്നത് തന്നെ സുഖപ്പെടുത്തി പോകുമ്പോഴുള്ള സന്തോഷം. വാട്ട് ഈസ് ദ ബിഗസ്റ്റ് തിങ്. പിന്നെ നമുക്ക് ഒരു അവാർഡ്സ് ആൻഡ് റെക്കഗ്നൈസേഷൻസ്. നമുക്ക് ഒരു പ്രാവശ്യം ബെസ്റ്റ് ഡോക്ടർ അവാർഡ് വാസ് വൺ ഓഫ് മൈ എന്നെ സംബന്ധിച്ചിട്ട് സന്തോഷമുള്ള കാര്യമായിരുന്നു. സെക്കൻഡ് തിങ്, എനിക്ക് ഇതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ബെസ്റ്റ് ഡയബറ്റോളജിസ്റ്റ് അവാർഡ് കഴിഞ്ഞ പ്രാവശ്യം RSDH കിട്ടി. അതും ഒരു സന്തോഷമുള്ള സമയമായിരുന്നു. അപ്പം അവാർഡ്സ് ആൻഡ് റെക്കഗ്നൈസേഷൻസ് എപ്പോഴും നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. ബട്ട് അൾട്ടിമേറ്റ് സന്തോഷം വരുന്നത് എപ്പോഴും പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ വെൻ യു ആർ എ ഹീലർ. ഡോക്ടർ, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ ഡേ ബൈ ഡേ കാണുന്ന ഒരുപാട് കാര്യങ്ങളും എക്സ്പീരിയൻസും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ പബ്ലിക് നിങ്ങളുടെ ഈ ഒരു പ്രൊഫഷനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? നമുക്ക് എല്ലാവർക്കും അത്ര അറിയാത്തൊരു കാര്യം ഡോക്ടേഴ്സ് എടുക്കുന്ന സ്ട്രെസ്സിന്റെ ലെവലാണ്. അതുപോലെ തന്നെ നമ്മളൊരു നോക്കുവാണെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ബിസി ഡോക്ടറോ ഒരു OPയിൽ അപ് ടു ചിലപ്പോൾ 100 150 പേഷ്യൻസിനെ കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ഹ്യൂമൻലി ഇമ്പോസിബിൾ. നമുക്ക് അങ്ങനെ ഇരുന്ന് നോക്കാനുള്ളത് ചിലപ്പം നമുക്ക് ഹൗസ് സെൻസിപ്പിളിലൊക്കെ നമുക്ക് OPയിലൊക്കെ ഇരുന്ന് നോക്കുമ്പോൾ നമുക്ക് 100-200 OP ഒക്കെ ഇരുന്ന് നോക്കുന്നത് നോക്കിക്കഴിയുമ്പോൾ അത് ഹെക്ടിക്കാണ്, വളരെ ഹെക്ടിക്കാണ്. നമ്മൾ 200 പേരോട് സംസാരം ചോദിച്ച് മനസ്സിലാക്കി അവരുടെ അവരുടെ ഡിസിഷൻ വളരെ ക്രൂഷ്യലാണ്. ഒരു മരുന്ന് പോലും തെറ്റാനും പാടില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു ഈസ് റിയലി ഫെറ്റിക് ആയിരിക്കും. നമുക്ക് അവസാനം ചിലപ്പോൾ ഈ ജോയുടെ അവിടെ വേന എടുക്കും. വെള്ളം പറ്റും, വായിക്കാത്ത വെള്ളം പറ്റും. അപ്പൊ ചിലപ്പോൾ എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ആൾക്കാർ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. വി ഹാവ് ടു സിറ്റ് ആൻഡ് റൈറ്റ്. അങ്ങനത്തെ ഒരു സ്ട്രെസ് ലെവൽ ഡോക്ടേഴ്സ് എടുക്കുന്ന ആരും അറിയുന്നില്ല. അത് അറിയുന്നത് നല്ലതാണ്. പിന്നെ ഈ പറയുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടാകുന്ന അതിക്രമങ്ങളെല്ലാം മനുഷ്യന്റെ കയ്യിലുള്ള കാര്യങ്ങളല്ല പകുതി. അപ്പൊ പകുതി ദൈവത്തിന്റെ ഹീലിംഗ് ആണ്. ആക്സിഡന്റ്സ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം. ഇറ്റ്സ് നോട്ട് ഇന്റൻഷണൽ. ഒരു ഡോക്ടറിന് പോലും ഒരു പേഷ്യന്റ് മോശമാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഡോക്ടറും ചികിത്സിക്കത്തില്ല. ദാറ്റ് ഈസ് 100%. നമുക്ക് പറ്റത്തില്ല. ഹൗ ക്യാൻ വി ആർ ഓൾ ഹ്യൂമൻസ്. അപ്പം അത് ഈ പറയുന്ന എല്ലാവരും ഇങ്ങനെ അഗ്രസീവ് ആവുമ്പോഴുള്ള കുഴപ്പം ഈ പ്രൊഫഷൻ ഒത്തിരി ഓവർ പ്രൊട്ടക്റ്റീവ് ആവാൻ ശ്രമിക്കും. അപ്പം നമുക്ക് കുറെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ഈ പറയുന്ന ഇമോഷണൽ ഫാക്ടേഴ്സിനെക്കാട്ടി കൂടുതൽ ഈ പറയുന്ന പണ്ടത്തൊക്കെ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്തിട്ട് ഇപ്പം ഹോസ്പിറ്റൽസ് ആയാലും എല്ലാം ചെയ്യും. ബിക്കോസ് ലീഗൽ ഡോക്യുമെന്റേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ എല്ലാം ബേർഡൻ പോകുന്നത് പേഷ്യന്റിന്റെ മേളിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം ഇമോഷണൽ ടച്ചിലാണ് കുറെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം എല്ലാം ചെയ്ത് വരുമ്പം ഡോക്ടർ എന്തുകൊണ്ട് ആ ടെസ്റ്റ് ചെയ്തില്ല, ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് പറ്റിയില്ലായിരിക്കാം. അപ്പം അങ്ങനെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചിന്തിച്ചിട്ടായിരിക്കാം. അപ്പം ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഓൾവേസ് ഒരു മെഡിസിൻ ഇസ് നോട്ട് എ ഫുൾ ഫ്ലെഡ്ജ് തിങ്. ലൈക്ക് സോ ലിമിറ്റേഷൻസ് ആർ there. Doctors are just humans. ഒരു ദൈവമാണ് ഹീലർ. We are just trying to cure the patient and healing comes with a God. അപ്പോൾ that is a real fact. Every medicine has limitations. So ഈ പറയുന്ന അഗ്രസീവ്നെസ് ഡോക്ടേഴ്സിനോട് ആവുമ്പോൾ അവർ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവും. മനസ്സോട് വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അവർ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാതാവും. സോ വി നീഡ് ഗുഡ് ഡോക്ടേഴ്സ്, ഹെൽത്തി ഡോക്ടേഴ്സ്. എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ് ഒരു സമൂഹത്തിന്റെ പാർട്ടായാൽ ഒത്തിരി നന്നായിരുന്നു. ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഡോക്ടേഴ്സിനോട് ഉള്ളൊരു ഡോക്ടർ നോട്ട് എന്താണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് എന്താണ് അവർക്ക് കൊടുക്കാനായിട്ടുള്ള? ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് യങ് ഡോക്ടേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമായിരിക്കും നമുക്ക് അവർക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ അവർക്കൊരു ഡിറക്ഷൻ, ഗുഡ് ഡിറക്ഷൻ ഒക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് അതിൽ പറയാനായിട്ടുള്ളത് സാറിന്? ഫസ്റ്റ് ഓഫ് ഓൾ ദേ ആർ ഓൾ better people who came to this profession. That is the one thing. സെക്കൻഡ് തിങ്, ഇതിൻ്റെ ഒരു നോബൽ പ്രൊഫഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്നെ പോലെ എൻ്റെ ഡോക്ടറിൻ്റെ ജൂനിയേഴ്സിനും അറിയാം, എല്ലാവർക്കും അറിയാം. ഇതിന് ടൈം സ്പാൻ ഇല്ല വർക്ക്. യു ക്യാൻ വർക്ക് ടിൽ ഒരു ഒപ്പിടാൻ പറ്റുന്നിടം വരെ യു ക്യാൻ വർക്ക്. ദാറ്റ് ഈസ് ദ ബെറ്റർ തിങ്. എല്ലാ സ്പിയറിൽ നോക്കിയാൽ ഇത്ര ഇമോഷണലും എംപതി, സിമ്പതി ഇതെല്ലാം ഉള്ളൊരു പ്രൊഫഷൻ വേറെ ഇല്ല.
ആൻഡ് ദ റെസ്പെക്ട് ഓൾസോ കംസ് അലോങ് വിത്ത് ഇറ്റ്. അപ്പം ഇത് ഈ ഒരു പ്രൊഫഷനെ സംബന്ധിച്ച് ദ റെസ്പെക്ട് വൈസ്, ദ സാറ്റിസ്ഫാക്ഷൻ വൈസ്, ഓൾസോ യു ഗെറ്റ് ഇനഫ് മണി ഓൾസോ. എല്ലാം ജീവിക്കാനുള്ള എല്ലാം ദൈവം തരുന്നുണ്ട്. സോ ഇൻ എവറി വേ ദിസ് ഈ ഒരു പ്രൊഫഷൻ ഇസ് റിയലി എ ചാമിങ് ജോബ്. പ്ലസ് നമ്മുടെ ഡെഡിക്കേഷൻ എപ്പോഴും വേണമെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഓൾവേസ് ഓൾ ഡോക്ടേഴ്സ് ഡു ഇറ്റ് ഓൾസോ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാം. ബിക്കോസ് യങ് ജൂനിയേഴ്സ് എല്ലാം ഓൾ ആർ ബെറ്റർ പീപ്പിൾ നൗ ഡേയ്സ്. സോ അവരെല്ലാം നല്ലതായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അവർ ഹെൽത്ത് ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. നല്ലതായിട്ട് വരട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിലും ഈ ഒരു ഡോക്ടേഴ്സ് ഡേയിൽ ഒരുപാട് ഡോക്ടേഴ്സിന്റെ ലൈഫിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിലും ഒക്കെ ഇപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. വൺസ് അഗെയിൻ ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. താങ്ക് യു എലിക്കുട്ടി ഫോർ ഇൻവൈറ്റിംഗ്. ആശ്രയ എഫ്എമ്മിനോട് ഒത്തിരി നന്ദിയുണ്ട്. എന്നെ ഇത്രയും നേരം ഇവിടെ വരുത്തുവാനും ഇവിടെ സംസാരിക്കാൻ അവസരം തന്നതിൽ ഒത്തിരി നന്ദി. താങ്ക്സ് എ ലോട്ട്. നാളെയുടെ കരുത്ത് ഇന്നത്തെ ആരോഗ്യമാണ്. ലൗഡ് സ്പീക്കറിൽ കേൾക്കാം ഹെൽത്തി ടിപ്സ് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.